ആകാശത്ത് നിന്ന് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ അവനുമേലെ മഴയായി പതിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ അവനിൽ നിന്ന് അള്ളാഹുവിലേക്ക് ഉയരുന്നത് വൃത്തികേടുകളും ധിക്കാരങ്ങളുമാണ്. അള്ളാഹു നിനക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ, അവൻ നിന്നോട് ചെയ്ത നന്മകൾ, അതിനെക്കുറിച്ച് നീ ആലോചിക്കുക. മാന്യതയുള്ള ഒരു മനുഷ്യൻ ഒരിക്കലും തന്നോട് നന്മ ചെയ്ത ഒരാളോട് തിരിച്ചു തിന്മ ചെയ്യുകയില്ല. അത് വളരെ മാന്യതക്കേടാണ്. അല്ലേ, ദുനിയാവിലൊരു മനുഷ്യൻ നിനക്ക് 10,000 രൂപ തന്നു വിചാരിക്കുക, ഏതെങ്കിലും ഒരു പ്രയാസഘട്ടത്തിൽ ഒരു 10,000 രൂപ തന്നു. ആ മനുഷ്യൻ നിന്നോട് എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ആവശ്യപ്പെട്ടാൽ അയാൾ ധിക്കരിക്കുക, എത്ര മോശമായ കാര്യം. നീ ആരോട് വേണമെങ്കിലും ചോദിച്ചോളൂ, നീ ചെയ്തത് മോശമാണ് എന്നല്ലാതെ മറ്റു വല്ല വാക്കും നിനക്ക് ആളുകൾക്ക് കേൾക്കാൻ പറ്റും? ഇല്ല, ആരും പറയില്ല. നിന്നെ അങ്ങനെ പ്രയാസത്തിൽ സഹായിച്ച ഒരാളല്ലേ, അയാൾ പറഞ്ഞു നീ കേൾക്കണ്ടേ എന്നേ ആളുകൾ ചോദിക്കുകയുള്ളൂ. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾ എണ്ണിക്കണക്കാക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് സാധിക്കുകയില്ല. ഒന്ന് എണ്ണാൻ നോക്കി നോക്കി. നിങ്ങൾ നിന്റെ കണ്ണു മുതൽ അങ്ങ് തുടങ്ങി നോക്കൂ, നിന്റെ ശ്വസിക്കുന്ന വായു മുതൽ അങ്ങ് ചിന്തിച്ചു നോക്കൂ, ഓരോന്നും ആലോചിച്ച് നോക്കൂ. ഓരോന്നും നഷ്ടപ്പെട്ടവരെ കുറിച്ച് നീ ചിന്തിക്കുക, കണ്ണില്ലാത്തവനെ കുറിച്ച് ആലോചിക്കുക. എങ്ങനെയാണോ നടക്കുന്നത്? ശ്വാസത്തിന് പ്രയാസപ്പെടുന്ന ആസ്മ ബാധിച്ച ആളുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല. ഒരു ശ്വാസം വലിക്കുന്നതിന് അനുഭവിക്കുന്ന പ്രയാസം കണ്ടാൽ സുബ്ഹാനല്ലാഹ്, നീ അള്ളാഹുവിന് എത്ര ശുക്ർ ചെയ്യണം. നീ എത്ര സുഖസുന്ദരമാണ് ശ്വാസം വലിക്കുന്നത്. അൽഹംദുലില്ലാഹ്. പല്ല് നഷ്ടപ്പെട്ടവർ ഭക്ഷിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പല്ലിന് വേദനയുള്ളവർ രാത്രി കിടക്കുന്നത് കണ്ടിട്ടുണ്ടോ? നാവിന് രുചി അറിയാത്തവൻ ഭക്ഷണത്തിന് മുന്നിൽ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? തൊണ്ടക്ക് വേദനയുള്ളവർ അത് ഇറക്കാൻ പ്രയാസപ്പെടുന്നത് കണ്ടിട്ടുണ്ട്. ചില ആൾക്ക് ചില അസുഖം ബാധിക്കും, ഇവിടെ ഒന്നാകെ മുഴയോ മറ്റോ വരും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറായിട്ട് പ്രയാസമില്ല. ഇവിടെ പരിചയത്തിൽ ഒരാളുടെ അള്ളാഹു പുറത്തു കൊടുക്കരുത്, മരിച്ചുപോയി. രാവിലെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു ഗ്ലാസ്സിൽ, ചെറിയ ഗ്ലാസ്സിൽ ഇളനീരിൻ്റെ വെള്ളം വെച്ച് കൊടുക്കും. രാത്രി ആകുമ്പോഴും ആ മനുഷ്യൻ അതിലൊരു പകുതിയെ കുറിച്ചിട്ടുണ്ടാവും. കുടിക്കാൻ ഇറക്കാൻ പറ്റില്ല വേദന കാരണത്തിൽ. നീ എത്ര എളുപ്പത്തിലാണ് ഭക്ഷിക്കുന്നത്. സംസാരിക്കുക എന്ന നിഅമത്തെക്കുറിച്ച് ചിന്തിച്ച് നോക്കൂ. നീ സംസാരിക്കാൻ പറ്റാത്ത ആളുകൾ, നീ ഒരു വാക്ക് കൊണ്ട്, ഒരു നിമിഷം കൊണ്ട് നീ പറഞ്ഞു തീർക്കുന്ന കാര്യം എന്തെല്ലാം കൈകൾ കൊണ്ടും മുഖം കൊണ്ടും ആംഗ്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് അവരത് മറ്റൊരാൾക്ക് എത്തിച്ചു കൊടുക്കുന്നത്. എത്ര എളുപ്പത്തിലാണ് നീ ഒറ്റ വാക്കുകൊണ്ട് പറയുന്ന കാര്യം അവരിങ്ങനെ കഷ്ടപ്പെടുകയാണ്. അവർ മുഖത്ത് ഭാവങ്ങൾ മാറി മറിയുന്നു, കൈകൾ കൊണ്ട് പലതും കാണിക്കും. നീ എത്ര എളുപ്പത്തിലാണ് പറയുന്നത്. ഇതെല്ലാം നിനക്ക് നൽകിയത് നിന്റെ റബ്ബാണ് എന്ന് നീ അവനെ ധിക്കരിക്കുക. ഈ പറഞ്ഞ അവയവങ്ങൾ കൊണ്ട്, ഈ കണ്ണുകൊണ്ട് അള്ളാഹുവിനെ ധിക്കരിക്കുക, ഈ ചെവി കൊണ്ട് അള്ളാഹുവിനെ ധിക്കരിക്കുക. എത്ര മോശമായ കാര്യമാണ് അതെന്ന് ആലോചിച്ച് നോക്കും. എത്ര മനോഹരമായ വാക്കാണ്, എന്തൊരു ഈ ഹൃദയത്തിൽ എങ്ങനെ പതിക്കേണ്ട വാക്കാണ്. ആകാശത്ത് നിന്ന് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ അവനുമേലെ മഴയായി പതിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ അവനിൽ നിന്ന് അള്ളാഹുവിലേക്ക് ഉയരുന്നത് വൃത്തികേടുകളും ധിക്കാരങ്ങളുമാണ്. അവന് കണ്ടുകൊണ്ടിരിക്കുന്നതും കേട്ടുകൊണ്ടിരിക്കുന്നതും ചെയ്തുകൊണ്ടിരിക്കുന്നതും ധിക്കാരങ്ങളാണ്, വൃത്തികേടുകളാണ്. രാത്രിയുടെ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഏകാന്തമായിരിക്കുന്നു, അവന്റെ അരികിൽ നിന്ന് അള്ളാഹുവിലേക്ക് ഉയരുന്നത് വൃത്തികേടുകളാണ്. അള്ളാഹുവിൽ നിന്ന് അവനിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നതാകട്ടെ അനുഗ്രഹങ്ങളാണ്. ഇത് ചിന്തിച്ചാൽ നിങ്ങൾക്ക് ശിർക്കിന്റെ ഗൗരവം മനസ്സിലാവും. എന്തുകൊണ്ടാണ് ഇത്ര വലിയ പാപമായത്? ഈ തിന്മകളെക്കാൾ ഗുരുതരമാണ് ശിർക്ക്. അള്ളാഹുവിന്റെ അനുഗ്രഹം ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ അള്ളാഹുവിനെ മറക്കേണ്ട സൃഷ്ടികളത്തേക്ക് പോവുകയും ചെയ്യാന്ന് പറഞ്ഞാൽ എത്ര വലിയ മോശത്തരാണ്. ശിർക്ക് അത്രയും ഗൗരവമായി. ഒരു മലക്കഥ അള്ളാഹുവിന്റെ നന്മകൾ അവനിലേക്ക് ഇട്ടുകൊടുക്കുന്നു, മറ്റൊരു മലക്കഥ അവന്റെ തിന്മകൾ രേഖപ്പെടുത്തിക്കൊണ്ട് മുകളിലേക്ക് കയറിപ്പോകുന്നു. നീ പകരം നൽകുന്ന ഈ കാര്യം എത്ര മോശമാണ്, എന്ത് വൃത്തികെട്ട കാര്യമാണ് എന്ന് ചിന്തിച്ചു നോക്കുക.